ശബരിമല ശാസ്താവിന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര വളരെ പെട്ടെന്ന് തന്നെ പുറപ്പെടും. കിഴക്കേ നടയിൽ സജ്ജമാക്കിയ പ്രത്യേക രഥത്തിലേക്ക് തങ്ക അങ്കി മാറ്റിക്കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ മുതൽ നിരവധി ഭക്തജനങ്ങളാണ് തങ്ക അങ്കി ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറന്മുളയിൽ നിന്ന് ഷിജോ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. തിരുവിതാംകൂർ ദേവസ്വം അംഗം അഡ്വക്കേറ്റ് കെ രാജുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി രഥഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വലിയ ഭക്തജന തിരക്കോടുകൂടിയാണ് ഈ രഥഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി 26-ാം തീയതി ഉച്ചയോടുകൂടി ശബരിമലയിലെത്തും. ശരംകുത്തിയിൽ നിന്ന് വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തുന്ന തങ്കയങ്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രി ഏറ്റുവാങ്ങി സ്വീകരിച്ച് വൈകിട്ടോടുകൂടി 26-ാം തീയതി വൈകിട്ടോടുകൂടി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. അതിനുശേഷം 27-ാം തീയതിയാണ് ഈ വർഷത്തെ മണ്ഡലകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡല പൂജ നടക്കുന്നത്. അത് 27-ാം തീയതി 10:10-നും 11:30-ക്കും ഇടയ്ക്കാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തങ്കയങ്കിയും വഹിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥഘോഷയാത്ര പുറപ്പെടുന്നതാണ്. പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഇവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്രമീകരണം ഒരുക്കി ദർശനം അനുവദിച്ചിരുന്നു. ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി വിവിധ ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോകുന്ന രഥഘോഷയാത്ര 26-ാം തീയതി ഉച്ചയോടുകൂടിയായിരിക്കും സന്നിധാനത്ത് എത്തുക. തങ്കയങ്കി നമുക്കറിയാവുന്നതുപോലെ 1973-ൽ തിരുവിതാംകൂർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവാണ് അയ്യപ്പന് സമർപ്പിച്ചത്. 420 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയാണ്. അത് വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങി 26-ാം തീയതിയോടുകൂടി സന്നിധാനത്ത് എത്തും. ഇന്നിപ്പോൾ ഓമല്ലൂർ ക്ഷേത്രത്തിൽ വൈകിട്ട് ഓമല്ലൂർ ക്ഷേത്രത്തിലായിരിക്കും ഇന്ന് തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര തങ്ങുക. നാളെ മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ തങ്ങും. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയായിരിക്കും ഇത് കടന്നു പോവുക. ഇത് കടന്നു പോകുന്ന വഴിയിലുടനീളം നൂറുകണക്കിനും ആയിരക്കണക്കിനും ഭക്തർ ഈ തങ്കയങ്കി കണ്ട് തൊഴുത് വണങ്ങാൻ വേണ്ടി കാത്തിരിക്കും. മണ്ഡലപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കാണ് ഓരോ മണ്ഡലകാലത്തെയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് തങ്കയങ്കി ഘോഷയാത്രയോടുകൂടി തുടങ്ങുന്നതാണ്. മണ്ഡലകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് വിശ്വാസികൾ കടക്കുന്നു. അതിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് കടന്നു പോകുന്ന തങ്കയങ്കി ഘോഷയാത്രയാണ്. തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടങ്ങളിലെയും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങി കടന്നു പോവുക. ഇപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ കാണാം. എസ് പിയുടെയൊക്കെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്നത്. നേരത്തെ തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് തങ്കയങ്കി ദർശിക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ ഘോഷയാത്ര പുറപ്പെടുന്നു. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയായിരിക്കും തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോവുക. 26-ാം തീയതി ഉച്ചയോടുകൂടി ശബരിമലയിലെത്തും. ശരംകുത്തിയിൽ നിന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, ദേവസ്വം മന്ത്രി VN വാസവൻ, മറ്റ് ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് തങ്കയങ്കി സന്നിധാനത്ത് വെച്ച് സ്വീകരിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി വൈകിട്ടോടുകൂടി ദീപാരാധന നടത്തും. അതിനുശേഷം 26-ാം തീയതി രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും. 27-ാം തീയതി 10:10-നും 11:30-ക്കുമാണ് മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡല പൂജ നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും രഥഘോഷയാത്ര തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആറന്മുള ക്ഷേത്രത്തിന് നടയിൽ നിന്ന് ഷിജോ കുര്യനാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.